everyone, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു Q&A വീഡിയോ ആണ്. നമ്മള് കുറെ ആയിക്കണു ഒരു Q&A ചെയ്തിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു Q&A ആകാമെന്ന്. എനിക്ക് തോന്നുന്നു ഒരു വർഷമൊക്കെ അടുപ്പിച്ചായിട്ടുണ്ടാവും. എല്ലാരും Q&A ഒക്കെ 2 മാസം കൂടുമ്പോ 3 മാസം കൂടുമ്പോഴൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ ഞാൻ ചെയ്തിട്ട് കാലങ്ങളായിക്കണു. അപ്പൊ ഞാൻ ഒരു Q&A ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുന്നവരും നമ്മള് Q&A ചെയ്യണം എന്നാണ് ഒരു മിത്ത്. അപ്പൊ നമ്മൾ ഇന്ന് Q&A ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിലാണ് ഞാൻ ക്വസ്റ്റ്യൻസ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉത്തരം തരുന്നതായിരിക്കും. കുറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, മാക്സിമം ലാഗ് അടിപ്പിക്കാതെ വീഡിയോ കൊണ്ടുപോകണം എന്നാണ് എന്റെ ആഗ്രഹം. ഒരു 12-13 അടുപ്പിച്ച ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഞാൻ സ്പീഡിലും എല്ലാത്തിനും ഉത്തരം തരുന്നതായിരിക്കും. ആദ്യം ബേസിക് ആയിട്ട് ഒരു ഇൻട്രോ പോലെ പറയാം. കുറെ പേർക്ക് പിന്നെയും ഭയങ്കര ബേസിക് ആയിട്ടുള്ള സംശയങ്ങളുണ്ട്. അപ്പൊ എന്റെ പേര് സുൽഫത്ത് എന്നാണ്. ഞാൻ പാലക്കാട് മണ്ണാർക്കാടാണ്. പാലക്കാട് അറിയുമ്പോൾ പാലക്കാട് ആ അറ്റത്തല്ല, മണ്ണാർക്കാട് പെരിന്തൽമണ്ണ അങ്ങനെയൊക്കെ പറയില്ല. അപ്പൊ മണ്ണാർക്കാട് ആ ഏരിയയിലാണ് നമ്മള് താമസിക്കണത്. എന്റെ വീട്ടില് ഇമ്മ, അപ്പ, കാക്കു, താത്ത. കാക്കുവിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു, താത്താന്റെ കല്യാണം കഴിഞ്ഞു, ഇപ്പൊ ഡെലിവറി കഴിഞ്ഞു, ഇന്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എന്താപ്പോ ഇൻട്രോ എന്ന് പറയുന്നത്. കാക്കും താത്തയാണ് സിബ്ലിങ്സ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഞാൻ കുറെ പേര് പറയാം, അവരുടെ പേര് പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ലാസ്റ്റ് പറയാം. ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ട്, കാരണം ഇപ്പൊ തന്നെ ഒക്കെ പറഞ്ഞ ഭയങ്കര ചിലപ്പോൾ നീണ്ടു പോകും വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് യുവർ യൂട്യൂബ് ചാനൽ എന്നാണ് ഫസ്റ്റ് ചോദിച്ചിരിക്കണത്. അങ്ങനെ ഇൻസ്പയർ ആയിട്ട് അങ്ങനെ ചോദിച്ചാല്, ഞാൻ ആദ്യം ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഞാൻ പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. എല്ലാരും തുടങ്ങുന്ന പോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടിട്ട് തന്നെയാണ് യൂട്യൂബ് ഞാനും തുടങ്ങിയത്. സെക്കൻഡ് ക്വസ്റ്റ്യന്, ഡിഗ്രി ഏതായിരുന്നു കോഴ്സ് ആൻഡ് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിഗ്രി ബികോം ആയിരുന്നു. +1 +2 ഞാൻ കൊമേഴ്സ് ആയിരുന്നു. പിന്നെ ഞാൻ ഡിഗ്രി ബികോം ഫിനാൻസ് ആയിരുന്നു. ഇപ്പോ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഞാനിപ്പോ ACCA ചെയ്യാണ്. ഓൺലൈൻ ത്രൂ ആണ് ചെയ്യണത്. പിന്നെ എക്സാം പോയി എഴുതാമെന്നുള്ള രീതിയിൽ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുടി സ്ട്രൈറ്റൻ ചെയ്തോടെ, ഹെയർ കെയറിങ് എന്താണെന്നോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുടി സ്ട്രൈറ്റൻ ചെയ്യാൻ ഞാനിപ്പോ വീഡിയോസ് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ആക്കുമ്പോഴും കുറെ പേര് ചോദിക്കാറുണ്ട് മുടി സ്ട്രൈറ്റൻ ചെയ്തോടെന്ന്. സത്യം പറഞ്ഞാൽ സ്ട്രൈറ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. പിന്നെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചെയ്യോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. ഇപ്പൊ എനിക്ക് എന്റെ ഈ കേളി ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളങ്ങനെ സ്ട്രൈറ്റനും കാര്യങ്ങളൊക്കെ ചെയ്താൽ മുടി ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം. ഇപ്പൊ ഞാനൊരു ബേസിക് കെയറിങ്ങിലൂടെയാണ് പോണത്. അപ്പോൾ അത് കൂടുതൽ അധികമായാലും പിന്നെ എനിക്ക് ഭയങ്കര അഡിക്റ്റീവ് ആവും. ഞാൻ എന്തെങ്കിലും കെയർ ചെയ്ത് തുടങ്ങി എനിക്ക് അത് ഇല്ലാതെ പിന്നെ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ എന്റെ ഈ കേളി ഹെയർ കെയർ ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പൊ എന്റെ ഹെയർ കെയറിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള സാധനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനൊരു 2 പ്രൊഡക്ട്സ്, ഒരു ഷാമ്പൂ കണ്ടീഷണറും മാത്രമാണ് എന്റെ ഇപ്പോ ഹെയറിന് വേണ്ടിട്ട് യൂസ് ആക്കുന്നത്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്റെ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് 2 പ്രൊഡക്ട്സ് ആണ്. ഒരു ഷാമ്പൂവും ഒരു കണ്ടീഷണറും. നമ്മുടെ ബി ബ്ലെൻഡിന്റെ ഷാമ്പൂവും കണ്ടീഷണറും ആണ് ഞാൻ യൂസ് ചെയ്യാറ്. ഈ ബി ബ്ലെൻഡ് പ്രീമിയം ഹെയർ കെയർ ആൻഡ് സ്റ്റൈലിംഗ് ബ്രാൻഡ് ആണ്. ഫസ്റ്റ് തന്നെ ഞാൻ ബി ബ്ലെൻഡിന്റെ ഹെയർ ഫോൾ കൺട്രോൾ ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഹെയർ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാനും ഹെയർ ഫോൾ കുറയ്ക്കുന്നതിനും ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് ആവശ്യമുള്ള ഷാമ്പൂ എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ എല്ലാവരുടെയും കൺസേൺ ആണല്ലോ ഹെയർ ഫോൾ എന്ന് പറയുന്നത്. സോ 93% ഓഫ് ഹെയർ ഫോൾസും ഇതുകൊണ്ട് നമുക്ക് റെഡ്യൂസ് ആക്കാൻ പറ്റും. പിന്നെ വെള്ളം ഉപയോഗിച്ച് അത് കഴുകി കളയാം. ഇവരുടെ പ്രൊഡക്ട്സിലെല്ലാം മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് പീ പ്രോട്ടീനും കാഫിനും ആണ്. സോ ഈ ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ കെരാറ്റിൻ നന്നായിട്ട് റീബിൽഡ് ചെയ്യാനും നമ്മുടെ ഹെയറിന് നന്നായിട്ട് സ്ട്രെങ്തനൻസ് കൊടുക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഷാമ്പൂ ചെയ്തതിന് ശേഷം ഇവരുടെ ബ്രാൻഡിൽ വരുന്ന കണ്ടീഷണർ ആണ് ഞാൻ യൂസ് ചെയ്യാറ്. നമ്മൾ കണ്ടീഷണർ നമ്മുടെ ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ദെൻ വാഷ് ചെയ്ത്. അത് മാത്രമല്ല ഹെയർ എക്സ്പേർട്ട് പ്രൊഫഷണൽസ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്ട്സും കൂടിയാണിത്. അപ്പൊ ഇത്രേ ഉള്ളൂ എന്റെ ഹെയർ കെയർ എന്ന് പറയുന്നത്. ഒരുപാടൊന്നുമില്ല. അപ്പൊ ഈ പ്രൊഡക്ട്സ് ബി ബ്ലെൻഡിന്റെ വെബ്സൈറ്റിലും ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എന്റെ കൂപ്പൺ കോഡ് സുൽഫത്ത് 2025 യൂസ് ആക്കുകയാണെങ്കിൽ 20% ഓഫും കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീക്രട്ട് ഓഫ് യുവർ ഗ്ലോയിങ് സ്കിൻ. ഇത് എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കുറെ കാലം മുമ്പ്. പിന്നെ ഞാൻ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ. അപ്പൊ ഇത് പിന്നെയും ചോദിച്ച സ്ഥിതിക്ക് എനിക്ക് അങ്ങനെ ഗ്ലോയിങ് സ്കിന്ന് ഭയങ്കര ഗ്ലോയിങ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കുറച്ചൊക്കെ അവിടെ എന്റെ സ്കിന്ന് കുറച്ച് ഓയിലിയാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്ത് കുറച്ച് ഓയിലി ആയിട്ട് നിൽക്കും. പക്ഷെ എന്റെ ഓയിലി സ്കിന്നും അല്ല. അങ്ങനെ ഇപ്പൊ അതെങ്ങനെ എനിക്ക് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അതാണോ ഗ്ലോ എന്നും എനിക്കറിയില്ല. അത്ര സ്കിൻ കെയർ ചെയ്യുന്ന ആളുമല്ല. ഭയങ്കര ബേസിക് ആയിട്ട് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പിന്നെ എന്തെങ്കിലും ഒരു നൈറ്റ് ക്രീം, അതൊക്കെ തന്നെ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അത്രയും അടിപൊളി നല്ല സ്കിൻ ആവണമെന്നുണ്ടെങ്കിൽ
നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യായിരിക്കും ബെറ്റർ. ഓരോ ഫേസ് പാക്കും ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്യുന്നതിന്റെ മുമ്പ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ സ്കിന്ന് എന്തായാലും അടിപൊളിയാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുമിതാത്താന്റെ ബേബിന്റെ നെയിം എന്താണെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഓൾറെഡി ഓന്റെ ഡെലിവറി വീഡിയോ ഇട്ടപ്പോ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓന്റെ പേര് അയാൻ എന്നാണ്, മുഹമ്മദ് അയാൻ എന്നാണ് ഓന്റെ പേര്. നമ്മള് അനു എന്ന് വിളിക്കും, കുറെ വിളിക്കും. ഇമ്മ വേറെ പേര് വിളിക്കും, ഞാൻ വേറെ പേര് വിളിക്കും. ഞങ്ങൾ അനു എന്നൊന്നല്ല വിളിക്കുക, ഞങ്ങൾ ഭയങ്കര ചെല്ല പേരുകളാണ് വിളിക്കാറ്. പക്ഷെ ബേസിക് ആയിട്ട് ഓനെ അനു എന്നാണ്, അങ്ങനെ വിളിക്കാന്നാണ് നമ്മളെ പ്ലാൻ ഇട്ടിരിക്കണത്. നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ പറയും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് മെമ്മറബിൾ മൊമെന്റ് ആണ്. മോസ്റ്റ് മെമ്മറബിൾ മൊമെന്റ് എന്ന് ചോദിച്ചാൽ കുറെ ഉണ്ട് പറയാൻ. ഇപ്പൊ ഇന്നത് എടുത്ത് പറയാൻ മാത്രം അങ്ങനെ ചോദിച്ചാൽ എനിക്കപ്പൊ പറയാൻ കിട്ടുന്നില്ല. കാരണം കുറെ എന്തിപ്പോ ചെറിയ കാര്യമായാലും അതൊക്കെ എനിക്ക് മെമ്മറബിൾ ആണ്. അതിലിപ്പോ ഫസ്റ്റ് ഇപ്പൊ നിൽക്കുന്നത് അയാൻ ബേബിന്റെ ഡെലിവറിയാണ്. അതിപ്പോ ഭയങ്കര എനിക്ക്, ഞാൻ ഇടക്കിടക്ക് പോയിട്ട് വീഡിയോ എടുത്ത് നോക്കും. ഇപ്പൊ എന്റെ ഫോണിലൊക്കെ എന്താപ്പോ ഒന്നില്ലെങ്കിൽ ഞാൻ വെറുതെ നിൽക്കുമ്പോഴുള്ള കുറെ ഫോട്ടോ, അല്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങാൻ പോകുമ്പോഴുള്ള ഫോട്ടോ, എന്റെ ഫോട്ടോസ് മാത്രമേ എന്റെ ഫോണിൽ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ ആദ്യം അങ്ങനെ 1, 2 അങ്ങനത്തെ ഫോട്ടോസ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പൊ എന്റെ ഫോട്ടോസിനെക്കാളും കൂടുതൽ ഓന്റെ ഫോട്ടോസ് ആണ്. ഓരോ ദിവസം ഞാൻ പുതിയ 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 ഫോട്ടോസ് എടുത്തു വെക്കും ഓന്റെ ഇങ്ങനെ മാറ്റങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ആ മൊമെന്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആണ്. അവന്റെ ഡെലിവറി കാര്യങ്ങൾ ഓനെ കൊണ്ടുവന്ന് ഭയങ്കര മെമ്മറബിൾ ആയിട്ട് ഇപ്പോഴും ഓർമ്മയിൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെന്താ, പിന്നെ കുറെ ഉണ്ടാവും, പറഞ്ഞ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. അപ്പൊ ഒരു മെമ്മറബിൾ മൊമെന്റ് പോരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂട്യൂബ് തുടങ്ങിയപ്പോൾ ലൈഫിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? യൂട്യൂബിനെ ബേസ് ചെയ്തിട്ട് അത്യാവശ്യം കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് തുടങ്ങിയപ്പോൾ ലൈഫിൽ വന്ന മാറ്റങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇരുന്ന് ചിന്തിക്കും, ഇപ്പൊ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടില്ലെങ്കിൽ എങ്ങനെയായിരിക്കും, ഞാൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോ ഇവിടെ ഇപ്പൊ എങ്ങനെ ഇരിക്കാറ്, അതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം യൂട്യൂബ് വന്നതിന് ശേഷം എന്റെ ഫുൾ നല്ല മാറ്റങ്ങളാണ് എന്റെ ഉണ്ടായിട്ടുള്ളത്. നല്ല മാറ്റങ്ങളായിരുന്നു. എനിക്ക് ഒരു മോശം എന്ന് പറയാൻ മാത്രം എന്റെ ലൈഫിൽ അങ്ങനെ മാറ്റം, അങ്ങനത്തെ ഒരു ഇതോ എനിക്ക് എക്സ്പീരിയൻസ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല നല്ല മാറ്റങ്ങളായിരുന്നു. നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവും. പിന്നെ നമുക്ക് വീട്ടുകാർക്ക് ഹെൽപ്പ് ആക്കാൻ പറ്റും, വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങൾ ഉണ്ട്. അപ്പോ പറഞ്ഞ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകും. ഫിനാൻഷ്യലി ആയാലും അല്ലാതെയും ഒക്കെ നല്ല മാറ്റങ്ങളായിരുന്നു. ഞാൻ ഈ ഒരു യൂട്യൂബ് തുടങ്ങിയെന്നുള്ളത് എന്നെ സംബന്ധിച്ചും ഭയങ്കര വലിയൊരു കാര്യമാണ്. കാരണം എനിക്ക് നല്ലതായിരുന്നു അത്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൗ വാസ് ദ ഡിഗ്രി ലൈഫ്, പ്ലീസ് ടെൽ ആൻ അൺഫോർഗറ്റബിൾ മൊമെന്റ് ഇൻ കോളേജ് ലൈഫ്. ഡിഗ്രി ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കുറെ പറയാനുണ്ട്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. കോളേജ് ലൈഫ് പറയുന്നതിന് മുമ്പ് സ്കൂൾ ലൈഫിനെ പറ്റി പറയണം, കാരണം എന്നാലേ ഒരു റിലേറ്റബിൾ ആവുള്ളൂ. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 3rd സ്റ്റാൻഡേർഡ് വരെ ഞാൻ വീടിന്റെ അടുത്തുള്ള ഒരു സ്കൂളിലായിരുന്നു. പിന്നെ ഞാൻ 4th to 7th വരെ ഞാൻ വേറെ സ്കൂളിലായിരുന്നു. ആ സ്കൂൾ ലൈഫ് ഭയങ്കര സൂപ്പർ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ 8th to 12th വരെ ഞാൻ വേറെ സ്കൂളിലായിരുന്നു. അതെനിക്ക് വലിയൊരു ഇഷ്ടമല്ലാന്ന് മീൻസ് അങ്ങനെ ഒരു വെറുപ്പൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്തോ പേഴ്സണലി അത്ര താല്പര്യമില്ലാത്ത ഒരു സ്കൂൾ ലൈഫായിരുന്നു. എന്താ പറയാ, ആനുവൽ ഡേ ഉണ്ടെങ്കിലും ഓണം സെലിബ്രേഷൻ ഉണ്ടെങ്കിലും ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും ഞാൻ പോവില്ല, ഞാൻ കുടിയിലിരിക്കും. കാരണം എനിക്കറിയില്ല, ഞാൻ എന്റെ ടൈം അവിടെ ഉള്ള ആൾക്കാരായിട്ട് സ്പെൻഡ് ചെയ്യാൻ മാത്രം ഞാൻ അത്ര അറ്റാച്ച്ഡ് ആയിരുന്നില്ല. പക്ഷെ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ വീട്ടുകാരെന്നെ പറയുന്നത്, ഇത് എന്താ എന്താണോ മൊണ്ണയാണോ എന്തതിനൊന്നും പോവാത് എന്നൊക്കെ പറയും എന്റെ വീട്ടുകാരെന്നെ. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ വീട്ടിലിരുന്ന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യും, അങ്ങനെയായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോ പഠിക്കണം അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. പിന്നെ 10th ക്ലാസ്സിലൊക്കെ എത്തിയപ്പോ നല്ല മാർക്ക് വാങ്ങണം, നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം, അങ്ങനെ. പിന്നെ +1 +2 ആയപ്പോ പിന്നെയും പഠിക്കന്നെ. അത് നമ്മള് കൊറോണ ബാച്ച് ആയിരുന്നു. ഞാന് കൊറോണ ബാച്ചിൽ പെട്ടിട്ട് തീരെ രസമുണ്ടായിരുന്നില്ല. +1 +2 ഒക്കെ. 10th ക്ലാസ് ഭയങ്കര തലക്ക് പിടിച്ച ടൈമായിരുന്നു. എനിക്ക് പഠിക്കണം, നല്ല ഇത് കിട്ടണം. പിന്നെ +1 +2 എത്തിയപ്പോഴും എനിക്ക് അത് തന്നെയായിരുന്നു. കാരണം എനിക്ക് പഠിച്ച് ഞാൻ ഏതെങ്കിലും സ്കൂളിൽ കിട്ടണം, അതൊക്കെ എനിക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ ഞാൻ അതിലായിരുന്നു എന്റെ ഫോക്കസ് ഫുള്ള്, പഠിക്കണം എന്നുള്ള രീതിയിൽ. അങ്ങനെ +2 കഴിഞ്ഞ് അത്യാവശ്യം മാർക്ക് 97% ഒക്കെ മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പണ്ടത്തെ പഠിപ്പായിരുന്നു ഞാൻ. അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞത് മാത്രം. എന്നിലെ ഒരു പഴയ സുഖിനെ ഞാൻ ഓർക്കുന്നു. അപ്പം ഞാന് +2 കഴിഞ്ഞു. ഞാൻ +2 കഴിഞ്ഞു പ്രൊഫഷണൽ കോഴ്സിന് എന്തിനേലും പോകണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് ഭയങ്കര സൂപ്പർ മൊമെന്റ്സ് അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഞാൻ
പ്രൊഫഷണൽ കോഴ്സിന് പോകണം, പിന്നെ കോളേജ് ലൈഫ് അടിപൊളിയാക്കണം എന്നൊക്കെ എല്ലാരും പറയണ കേട്ട് ഞാൻ പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ തുടങ്ങാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു +2 കഴിഞ്ഞപ്പോ തന്നെ. പിന്നെ കോളേജ് ലൈഫ് അടിപൊളിയാണ് എന്നൊക്കെ എല്ലാരും ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ എവിടേക്ക് കോളേജ് ലൈഫും കൂടി ഒന്ന് ട്രൈ ചെയ്താൽ എങ്ങനെയാണ് കോളേജ് ലൈഫ് എന്ന് അറിയാലോ എന്നുള്ള രീതിയിൽ ഞാൻ കോളേജിലോട്ട് അങ്ങനെ പോയി. റാങ്ക് അടിപ്പിക്കുന്ന സ്റ്റോറി ആകുമോ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്, പക്ഷെ എന്നാലും എനിക്കിത് പറയണം. അങ്ങനെ ഞാൻ കോളേജിൽ അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷെ ഞാൻ കോളേജ് പഠിച്ചത് MES കല്ലടി കോളേജ് മണ്ണാർക്കാടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് വേറൊരു കോളേജായിരുന്നു താല്പര്യം. പക്ഷെ ഇമ്മാന്റെയും വാപ്പാന്റെയും നിർബന്ധത്തിന് വീടിന്റെ അടുത്തുള്ള കോളേജിൽ പോയാൽ മതി എന്നുള്ള രീതിയിൽ ഇമ്മക്കും വാപ്പാക്കും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. നിങ്ങൾ ഇപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോ ഭയങ്കര കൂൾ ഫാമിലിത്തെ ഒരാളാണ് ഞാൻ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതുപോലെ ഒന്നല്ല, എന്റെ അമ്മയും വാപ്പയും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ആദ്യത്തെ പറയാൻ എന്നാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് കൂളാണ് കുറച്ച് സ്ട്രിക്റ്റും ആണ്. അങ്ങനത്തെ ഒരു ഇതില് പെട്ടുപോയി. പിന്നെ വീട്ടിലെ ചെറിയ കുട്ടിയും കൂടി ആയാൽ ഒന്നും കൂടി അരോചകിക്കാലോ. പക്ഷെ എനിക്ക് അത്ര കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ പിന്നെ MES കല്ലടി കോളേജ് ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുത്തു, കാരണം അമ്മയും വാപ്പയും സമ്മതിക്കൊണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടാണ് ഞാൻ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു കോളേജിൽ കൊടുത്തത്. പക്ഷെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് തോന്നുന്നു കൂടുതൽ പ്രയോറിറ്റി കിട്ടുക. അങ്ങനെ പിന്നെ എനിക്ക് അവിടെ തന്നെ കിട്ടി. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് തന്നെ പോകാന്നുള്ള രീതിയിൽ അവിടെ പോയി അഡ്മിഷൻ എടുത്തു. അങ്ങനെ പോയി. ഫസ്റ്റ് സെമ്മും കാര്യങ്ങളൊക്കെ ആയപ്പോ അത്ര ഇൻട്രസ്റ്റിംഗ് ഒന്നും ആയിരുന്നില്ല കോളേജ് ലൈഫ്. ഞാൻ വിചാരിച്ചിരുന്നു കോളേജ് ലൈഫ് അടിപൊളി അല്ലെങ്കിലും ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഞാൻ ഒരു പ്രൊഫഷണൽ കോഴ്സും പിന്നെ കോളേജ് ലൈഫും അങ്ങനെ കൊണ്ടുപോകാന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞപ്പോ കോളേജ് ലൈഫ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങി. എനിക്ക് എവിടേക്കോ ഒരു ഇഷ്ടം വന്നു തുടങ്ങി. കാരണം എനിക്ക് കണക്ട് ആക്കാൻ പറ്റുന്ന കുറെ ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് കിട്ടി. ഞങ്ങൾ ഭയങ്കര ഗ്യാങ് ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഒരു ഗ്യാങ് ഒക്കെ ഉണ്ടാവേണ്ടത് എനിക്ക്. കാരണം ഞാൻ അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ഓവർ അറ്റാച്ച്ഡ് ആവാറില്ല. ഞാൻ എല്ലാവരുടെ അടുത്തും ഒരു അകലം പാലിച്ചിട്ടാണ് നിൽക്കല്. പക്ഷെ ഞാൻ ഡിഗ്രിയിൽ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഓരോരുത്തൊക്കെ ഞാൻ ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. സോ എനിക്ക് എന്റെ കോളേജ് ലൈഫ് ഇഷ്ടമായിരുന്നു. ഇപ്പൊ കോളേജ് എന്ന് പറയുന്നത് എത്ര വലുതാണ് എത്ര അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞാലും നല്ല ഫ്രണ്ട്സിനെ കിട്ടിയാലേ കോളേജ് ലൈഫ് അടിപൊളി ആവുള്ളൂ. ഇപ്പൊ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അതൊരു വേറെ പാർട്ടാണ്. ഇപ്പൊ കോളേജിൽ കുറെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അടിപൊളി ഫ്രണ്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ കോളേജ് ലൈഫ് അത്ര അടിപൊളി ആവൂല. അപ്പൊ നല്ല അടിപൊളി ഫ്രണ്ട്സിനെ കിട്ടിയാ ഇപ്പൊ കോളേജ് എത്ര വേസ്റ്റാന്ന് പറഞ്ഞാലും കോളേജ് ലൈഫ് അടിപൊളിയായിക്കാരം. എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ അങ്ങനെ പറയുള്ളൂ. എനിക്ക് എന്റെ കോളേജ് ലൈഫ് ഇഷ്ടമായിരുന്നു. ഇപ്പോ തേർഡ് ഇയർ ഒക്കെ ആയപ്പോ ഐവിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സൂപ്പർ ആയിരുന്നു എന്റെ കോളേജ് ലൈഫ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത മൊമെന്റ്സ് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത കുറെ ഇതുണ്ടെങ്കിലും അതിന്റെ കോളേജ് ലൈഫായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എന്റെ കോളേജ് ലൈഫിൽ എന്തൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാലും അറ്റ് എൻഡ് ഓഫ് ദ ഡേ എന്റെ കോളേജ് ലൈഫ് എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ സ്കൂളും കാര്യങ്ങളൊന്നും കഴിഞ്ഞതിന് ഞാൻ അങ്ങനെ നിലവിളിച്ചിട്ടില്ല. പക്ഷെ എന്റെ കോളേജ് കഴിഞ്ഞതിന് ഞാൻ നല്ലോണം നിലവിളിച്ചു. കാരണം അത്രയും ഞാൻ ഭയങ്കര ഒരു എന്താ പറയാ നല്ല രസമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പൊ കോളേജിലൊക്കെ പോണവരുണ്ടെങ്കിൽ എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റട്ടെ, നല്ല ഫ്രണ്ട്സിനെ കിട്ടട്ടെ, അടിപൊളി ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നല്ല ഫ്രണ്ട്സിനെ കിട്ടിയില്ലെങ്കിൽ വേസ്റ്റ് ആവും കോളേജ്, അത് ഉറപ്പാണ്. കാരണം ഞാൻ അങ്ങനത്തെ കുറെ ആൾക്കാരെ കണ്ടുക്കണു എന്റെ കോളേജില്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കുറെ വന്നിക്കണു ഈ ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാരേജ് പ്ലാൻസ് ആണ്. എന്റെ മാരേജിനെ പറ്റിട്ട് കുറെ പേര് ചോദിച്ചോണു. അതിനെ പറ്റി പറയുകയാണെങ്കിൽ അറ്റ് ദ റൈറ്റ് ടൈം ഫോർ ദ റൈറ്റ് പേഴ്സൺ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇൻഷാല്ലാ എല്ലാതും അതിൻ്റെതായ ടൈം എത്തുമ്പോ ഒക്കെ റെഡിയാവും. അത്രേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ചാലഞ്ചസ് ഹാവ് യു ഫേസ്ഡ് ആസ് എ യൂട്യൂബർ ആൻഡ് ഹൗ ഡിഡ് യു ഓവർകം ദം? ഓക്കെ, ചാലഞ്ചസ് എന്നൊക്കെ പറഞ്ഞാല് ഞാൻ ചലഞ്ച് അങ്ങനെ കുറെ ഒന്നുമില്ല. പക്ഷെ എന്റെ യൂട്യൂബും എന്റെ സ്റ്റഡീസും ഒപ്പം കൊണ്ടുപോകാൻ എനിക്ക് ഒത്തിരി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ഒപ്പം കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, പക്ഷെ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം, ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ എനിക്കത് ഭയങ്കര പ്രഷറായിരുന്നു. അതിന്റെ ഒപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കോളേജിൽ പോകണം. ചിലപ്പോ എക്സാമിന്റെ ഒക്കെ അന്നായിരിക്കും പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ എക്സാമിന്റെ തലേദിവസം ചിലപ്പോൾ ഞാൻ പ്രൊമോഷൻ ചെയ്യുന്ന തിരക്കിലായിരിക്കും. പക്ഷെ എക്സാം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇത്തിരി
വെറിലി പിടിച്ച ടൈമാണ് എനിക്കത്. കോളേജിലൊക്കെ എക്സാമിന്റെ തലേ ദിവസം ഞാൻ നോക്കുകയും ചെയ്യുള്ളൂ. അപ്പൊ ഈ പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ വന്നാല് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഞാനിപ്പോ എന്റെ യൂട്യൂബ് ചാനലും ഇതൊക്കെ ഒരു പാഷൻ എന്നുള്ള രീതിയിലുള്ളൂ കൊണ്ടുപോണത്. പ്രൊഫഷണലായിട്ട് എനിക്ക് വേറൊരു ഇതും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി അതും അതിനു വേണ്ടി ഇതും എനിക്ക് ഇതാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ രണ്ടും ഇങ്ങനെ കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പക്ഷെ എന്നാലും ഞാൻ ഹാൻഡിൽ ചെയ്തു എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ ഇപ്പൊ ഞാൻ ACC ആണ് ചെയ്യുന്നത്. അപ്പൊ എന്റെ യൂട്യൂബ് ചാനലും ഇതും കൊണ്ടുപോകാൻ കഴിയോ, ഒപ്പം കൊണ്ടുപോകാൻ കഴിയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്തായാലും കൊണ്ടുപോകും എന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഡിറ്റിംഗ് ആപ്പ്. എനിക്ക് എന്തായാലും ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത്. എനിക്ക് വീഡിയോ ഒന്നും ഇടാനില്ലാത്തപ്പോ ഞാൻ തിരിയണതും മറിയണതും കറങ്ങണതും ഇങ്ങനെ സ്ലോ മോഷൻ ആയിട്ടുള്ള വീഡിയോസ് ആണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പൊ ഇങ്ങനെ കുറെ പേര് കമന്റ് ചെയ്യും, എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഏതാണ്, എഡിറ്റിംഗ് സൂപ്പർ. എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം എഡിറ്റിങ്ങിന്റെ ഒരു ബേസ് ഒരു അന്തം ഇല്ലാത്ത ആളാണ് ഞാൻ എനിക്കറിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറിച്ചു വിട്ടിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആളാണ്. കാരണം ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് എഡിറ്റിങ്ങിനെ പറ്റി യാതൊരു അറിവുമില്ല. ചിലരുടെയൊക്കെ എഡിറ്റിംഗ് കാണുമ്പോൾ മാസ് എന്നൊക്കെ തോന്നും. പക്ഷെ എന്റെ എഡിറ്റ് ചെയ്തത് ഞാൻ തന്നെ കാണുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമാവില്ല. പിന്നെ നിവൃത്തിയോട് കൊണ്ട് എനിക്കറിയണ പോലെ എഡിറ്റ് ചെയ്ത് ഞാൻ അങ്ങോട്ട് ഇടും, അത്രേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എഡിറ്റ് ചെയ്തത് എനിക്ക് ഭയങ്കര മോശമായിട്ടാണ് തോന്നുന്നത്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല സത്യം പറഞ്ഞാല്. ഞാനിപ്പോ പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാനോ അങ്ങനെ കുറെ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്താൽ അത്യാവശ്യം അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും തോന്നണു. ഇതിൽ കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്യണം. പക്ഷെ എനിക്ക് അതിന് മാത്രമൊന്നും വെജാൻറ്റാണ് എനിക്ക്. അപ്പൊ ഞാൻ എനിക്കറിയണ പോലെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് അപ്ലോഡ് ആക്കലാണ്. ഭയങ്കര എളുപ്പപ്പണിയിൽ ചെയ്യുന്നതാണ് എന്റെ എഡിറ്റിങ്. എഡിറ്റിങ്ങിൽ അത്ര എക്സ്പേർട്ട് അല്ല ഞാന്. പക്ഷെ നിങ്ങളായി ചോദിച്ചപ്പോ എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. എഡിറ്റിംഗ് ആപ്പാന്ന് ചോദിച്ചപ്പോ ഞാൻ അത്ര നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ടോന്ന് തോന്നിപ്പോയി. അതില്ലാതെ എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞത് മാത്രം. എഡിറ്റ് ചെയ്യണത് ഇമ്മയാണ് എനിക്ക് വീഡിയോ പിടിച്ചു തരാറ്. ഇമ്മയാണ് എന്റെ ക്യാമറ ഹാൻഡിൽ ചെയ്യണ ആള്. അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഇൻഷോട്ടിലും ചെയ്യാറുണ്ട്, ക്യാപ്കട്ടിലും ചെയ്യാറുണ്ട്. അത്രേ ഉള്ളൂ. എനിക്ക് ചിരി വരിക. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈഫ് പാർട്ട്ണറിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് എന്താണ്? ഇതാണ് ചോദിച്ചിരിക്കണത്. ലൈഫ് പാർട്ട്ണറിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുറെ ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമില്ല. ഇറ്റ്സ് ആൾ റിട്ടേൺ അല്ലേ? നമ്മുടെ തലയിൽ എന്താണോ എഴുതിക്കണത് അതേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ എനിക്ക് കുറെ കോൺസെപ്റ്റ് ഒന്നുമില്ല. ഹാവ് സം ഇമോഷണൽ ഇന്റലിജൻസ്, അത്രേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ അങ്ങനത്തെ ഒന്നും ആഗ്രഹമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങിയപ്പോ ഫാമിലിയോ ഫ്രണ്ട്സോ ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞിരുന്നോ? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോ ഓഫ് കോഴ്സ് നെഗറ്റീവ് ഉണ്ടാവും. അപ്പോ എന്റെ ഫാമിലിയിലൊന്നും കുഴപ്പമില്ല. കാരണം എന്റെ ഫാമിലി സമ്മതിച്ചിട്ടാണല്ലോ ഞാൻ ഈ സംഭവം തുടങ്ങുക. അല്ലാതെ അപ്പൊ എന്റെ ഇഷ്ടപ്രകാരം തുടങ്ങിയതൊന്നല്ല. ഇവർക്കൊക്കെ സമ്മതമാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. അങ്ങനെ പക്ഷെ എന്റെ റിലേറ്റീവ്സിനൊന്നും അത്ര ഓക്കെ ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എല്ലാരും ഓക്കെയാണ്. തുടങ്ങിയ ടൈമില് ഫ്രണ്ട്സ് ആയാലും ഇപ്പൊ നമ്മുടെ മുന്നിൽ നിന്നൊന്നും ഓരോന്നും പറയൊന്നുമില്ല. പക്ഷെ നമ്മൾ അറിയാതെ ഒരു പറയും, പിന്നെ നമ്മൾ അത് അറിയും. അപ്പോഴാണ് കാര്യങ്ങളുടെ ഗതി മാറുക. മനസ്സിലായി? നമ്മളിപ്പോ എന്ത് തുടങ്ങിയാലും നെഗറ്റീവ് പറയാൻ ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അത് വേറെ കാര്യം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രദറിന്റെ മാരേജ് ചിലപ്പോ നെക്സ്റ്റ് ഇയർ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോ നമ്മുടെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ബ്രദറിന്റെ മാരേജ്. അങ്ങനെയാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എല്ലാവരും ഇതിന്റെ ഒക്കെ ഒരു ഏകദേശമുള്ള ക്വസ്റ്റ്യൻസ് പോലെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഞാൻ സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ കുറെ പേര് പറയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവരെ നിരാശപ്പെടുത്തരുത്. ഞാൻ അവരുടെ പേര് നോക്കുകയാണ് ഇപ്പോ. ആരോ ഇവിടെ ഭയങ്കര സങ്കടത്തിൽ എന്തോ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു അത്? പിന്നെ കുറെ പേര് ഹായ് ഹലോ എന്നൊക്കെ അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും എന്റെ ഹായ്. ഇതാരാണ്? സാബിറ എന്തോ ആണ്. സാറ നിയ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഭയങ്കര ആയിട്ടുള്ള ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹായ് സാറ. എല്ലാവർക്കും എന്റെ ഹായ്. ഇത്രയുള്ളൂ നമ്മുടെ Q&A സെക്ഷൻ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം. പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇത്രയുള്ളൂ. ബൈ. വാട്ട് ഈസ് ദാറ്റ്? എന്റെ
ക്യാമറാമാന് അവിടെ ഇരുന്നിട്ട് കോപ്രാനെ കാണിക്കണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. ലൈക്ക് കട്ട്.